ഹായ് ഹലോ. ഇന്ന് ഞാൻ എൻ്റെ വഴുതന തക്കാളിയൊക്കെ പറിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇല ഇല്ലാത്ത വിധത്തിലാണ് വഴുതനയൊക്കെ കായ്ച്ച് നിൽക്കുന്നത്. ഞങ്ങൾ പൊരിക്കാണ്. അപ്പോൾ ഞങ്ങൾ വേണ്ടത് പൊരിക്കാനപ്പൊക്കെ എടുത്ത് വന്ന് കൊണ്ടുപോകും. പിന്നിപ്പോൾ വഴുതന ആരോട് ചോദിക്കുമ്പോഴും ആർക്കും വേണ്ട. പെരുന്നാൾ കഴിഞ്ഞാൽ എല്ലാവർക്കും ആവശ്യമാവുമല്ലോ. അപ്പം ഇനി പെരുന്നാൾ കഴിഞ്ഞിട്ട് പറിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം നിർത്തിയിരിക്കണേ. ഇന്നിപ്പോൾ നോമ്പ് 29 2 ദിവസം കൂടെ അല്ലേ ഉള്ളൂ പെരുന്നാളിന്. അപ്പം അത് പറിച്ചിട്ട് നമുക്ക് ഇനി ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാം. കുറച്ച് നല്ലോണം കായുണ്ട്, ഇല കാണുന്നില്ല, അങ്ങനെ കായാണ്. പച്ച വഴുതനയുണ്ട്, വയലറ്റ് വഴുതനയുണ്ട്. ആ ഭാഗത്തേക്കൊക്കെ നോക്കിയാൽ കണ്ടില്ലേ, ഒരു വയലറ്റ് കളറ് കാണുന്നുള്ളൂ. അത്രയും വഴുതന വലിയ വലിപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ വെയിലല്ലേ, നല്ല വെയിലല്ലേ, ഇപ്പോൾ ചൂടല്ലേ, അത് കാരണമാവും വലിയ വലിപ്പമില്ല. നല്ല ടേസ്റ്റുള്ള വഴുതന കേട്ടോ. പിന്നെ എൻ്റെ തക്കാളിയൊക്കെ കണ്ടില്ലേ, അപ്പം പറിക്കാനായി നല്ല ചുവന്ന കളറിൽ നിൽക്കുന്നുണ്ട്. തക്കാളിയൊക്കെ നമ്മൾ വേണ്ടതിൽ അറുത്ത് കൊണ്ടുപോകും. ഒരുപാട് പച്ച തക്കാളി ഉണ്ട് ആവാനായത്. ഇനി കുറേ തൈ ഞാൻ പാകി വെച്ചിട്ടുണ്ട്, ഒക്കെ മാറ്റി നടണം. ഇത് കഴിയുമ്പത്തിന് ഇങ്ങനെ മാറ്റി വെച്ച് കൊടുത്താൽ എന്താ പറയുക, നമുക്ക് തക്കാളി ഇങ്ങനെ എപ്പോഴും തക്കാളി ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് ഈ ചട്ടി തന്നെ വെക്കുമ്പോഴത്തേന് നമുക്ക് പിന്നെ തക്കാളി ഉണ്ടാവില്ലല്ലോ. അതല്ലേ നല്ല പഴുത്തത്, നല്ല അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണ് കേട്ടോ. ആദ്യത്തെയൊക്കെ ചെറിയ തക്കാളി ആയിരുന്നു, വലിയ വലിപ്പം ഉണ്ടായിരുന്നില്ല. ഇപ്പം ഉണ്ടാവുന്ന തക്കാളിയൊക്കെ നല്ല വലിപ്പമുള്ള തക്കാളിയാണ്. തക്കാളി പല വിധം ഉണ്ടല്ലോ, അതായിരിക്കും. ഒക്കെ പഴുക്കാനുള്ള തക്കാളി, എല്ലാം വലിപ്പമുള്ള തക്കാളികൾ. എനിക്കൊക്കെ കണ്ടാൽ പറിക്കാൻ തോന്നൂല കേട്ടോ. അതൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസമല്ലേ കാണാൻ. നമ്മൾ ടെറസിൻ്റെ മുകളിൽ വന്നാൽ കാണാൻ തന്നെ ഒരു ഇതാണ്. എൻ്റെ പയറിൻ്റെ കാര്യം പറയണ്ട, പയറുപ്പേരി കുട്ടി മടുത്തുക്കണം, എന്നും പയറുപ്പേരിയാവും. പയറുപ്പേരി എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങൾ പയറുപ്പേരി എപ്പോഴും നോക്കും. വഴുതന അങ്ങനെ ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് വഴുതന പൊരിക്കണതുള്ള എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെതാ എന്നിപ്പം കുറച്ച് പയറും കൂടി ഇറക്കട്ടെ. പയർ അറുത്തില്ലെങ്കിൽ എന്താ അറിയുമോ, രാവിലെ നീറ്റ് വരുമ്പോൾ കാണാം തത്ത ഒക്കെ തൊലിച്ചിട്ടിട്ടുണ്ടാവും. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.